ഇരിക്കും. മോളെ, അമ്മയുടെ അവകാശത്തിലൊന്നും കൈവെക്കല്ലേ, പിന്നെ നല്ല പണക്കത്തിലായിരിക്കും. ആ അതെനിക്കറിയാലോ അച്ഛാ. ഇരിക്ക്. രണ്ടുപേരുടെയും സദ്യ ഗംഭീരായിട്ടുണ്ട് കേട്ടോ. അച്ഛാ, ക്രെഡിറ്റ് മുഴുവൻ രാധിക. ഞാൻ വെറും നോട്ടക്കാരനായിരുന്നേ ഉള്ളൂ. കുറെ കാലത്തിന് ശേഷം മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ഒരു ഉരുള കഴിക്കുക അല്ലേ അശ്വതേ? അതെ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഭക്ഷണം വിളമ്പി വെക്കും. പേരിന് ഞങ്ങൾ രണ്ടാളും അപ്പുറവും ഇപ്പുറവും വന്നിരിക്കും, പിന്നെ എഴുന്നേറ്റ് പോവും. അതായിരുന്നു ശീലം. മോനെ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരണം. അച്ഛനോടും അമ്മയോടും ഒരുമിച്ചിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം. ജീവിതത്തിൽ ഇനി ഏറെയൊന്നും കാണാനില്ലാത്ത ഞങ്ങൾക്ക് അതൊരു ആശ്വാസ. ഞങ്ങൾ വരാച്ച, എപ്പോ വേണമെങ്കിലും വരാം. പക്ഷേ ജീവിതം അവസാനിച്ചൊന്നും ഇനി കാഴ്ചകളൊന്നും ഇല്ലെന്നും ഇനി പറയാൻ പാടില്ല, അല്ലേ രാധിക? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. നിങ്ങളിരിക്കെ. എനി ഗുഡ് ന്യൂസ്? ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? സകല തയ്യാറെടുപ്പുകളോടുമാണ് അവർ നിത്യേന കടലിലേക്ക് പോകുന്നത്. പക്ഷെ ചില ദിവസം അവർ തിരിച്ചു വരുന്നത് ശൂന്യമായ വലകളോടെയായിരിക്കും. അത് കടലിൽ മീനില്ലാത്തത് കൊണ്ടല്ല. മാഡം, അരിച്ചു പറക്കാൻ ആ വഴിയിൽ ഇനി ഒരു CCTV പോലും ബാക്കിയില്ല. പക്ഷെ ആ വാഹനം കടന്നുപോയത് ഒരിടത്തുമില്ല. അതിവിദഗ്ധമായ ഒരു പ്ലാനിംഗ് ഉണ്ട് മാഡം. നാച്ചുറൽ. എടോ,
അന്വേഷണ ഉദ്യോഗസ്ഥരെക്കാൾ തെളിവ് തേടി അലയുന്ന നമ്മളെക്കാൾ അതിബുദ്ധിമാന്മാരാണ് ക്രിമിനൽസ്. അവരെ വേട്ടയാടി പിടിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ഇനി അവരെ വേട്ടയാടി പിടിക്കുന്നത് എങ്ങനെയാണ് മാഡം? സത്യത്തിൽ മേഡം കാണിക്കുന്ന മാജിക്ക് പ്രതീക്ഷിച്ച ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഓ, എന്റെ രീതികളെ കുറിച്ച് അങ്ങനെ ഒരു കോഡുണ്ടോ നിങ്ങളുടെ ഇടയിൽ? ഉണ്ട് മാഡം. പലപ്പോഴും ഞങ്ങൾക്ക് തീരെ പ്രതീക്ഷയില്ലാത്ത കേസുകളിൽ ഒരൊറ്റ രാത്രി കൊണ്ട് മാഡം ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതിനെ മാജിക് എന്നല്ലാതെ മറ്റെന്ത് പറയാനാ. താങ്ക് യു. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഇഷ്യൂസ് രണ്ടാണ്. ഒന്ന്, പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞ യഥാർത്ഥ ആൾക്കാരെ കണ്ടെത്തണം. അവർക്ക് ചന്ദ്രശേഖരനും സിഐയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് കണ്ടുപിടിക്കണം. ഒരു ഐഡിയ ഉണ്ട്, പക്ഷേ അത് നിങ്ങൾ പറഞ്ഞ പോലെ മാജിക് ആണെന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് എ ട്രൈ. പറയൂ മാഡം. എന്തു പറയുന്നു? ഇത് വർക്കൗട്ട് ആവും മാഡം. ഇതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച മാജിക്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് എ ട്രൈ. കൊള്ളാവുന്ന ഒരു ഇര ചൂണ്ടയിൽ കൊത്തി നമ്മളിടുന്നു. നിർഭാഗ്യം ചന്ദ്രശേഖരന്റെ കൂടെ ഉണ്ടെങ്കിൽ ചന്ദ്രശേഖരൻ അതിൽ കൊത്തിയിരിക്കും.